എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. CCC 2560, പേജ് നമ്പർ 615. നമ്മൾ പ്രാർത്ഥനയുടെ വിസ്മരണീയത, ഈ സങ്കീർത്തനത്തിലെല്ലാം നമുക്ക് ലഭിക്കുന്ന പ്രാർത്ഥനാ ലഹരി തന്നെയാണ് ഇവിടെ വിഷയം. 2560. ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. സമരിയാക്കാരി സ്ത്രീയോട് അടുത്തേക്ക് ഈശോ കടന്നു വരികയാണ്. ഈശോ ആണ് വരുന്നത്. ഈശോ അവളോട് ചോദിക്കുകയാണ്, ഈശോ അവളോട് സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. വെള്ളം തേടി നാം എത്തുന്ന കിണറ്റിങ്കൽ വെച്ചാണ് പ്രാർത്ഥനയാകുന്ന മഹാവിസ്മയം നമുക്ക് അനാവൃതമാകുന്നത്. വെള്ളം തേടി നാം എത്തുന്ന കിണറ്റിങ്കൽ വെച്ചാണ് പ്രാർത്ഥനയാകുന്ന മഹാവിസ്മയം അനാവൃതമാകുന്നത്. അവിടെ ഓരോ മനുഷ്യജീവിയെയും കണ്ടുമുട്ടാൻ ക്രിസ്തു വന്നു ചേരുന്നു. അവിടെ നിന്നാണ് ആദ്യം നമ്മെ തേടി വന്ന് നമ്മോട് ദാഹജലം ആവശ്യപ്പെടുന്നത്. യേശുവിന് ദാഹിക്കുന്നു. നമ്മെപ്പറ്റി ദൈവത്തിനുള്ള ആഗ്രഹത്തിൻ്റെ അഗാധതയിൽ നിന്നുയരുന്നതാണ് അവിടുത്തെ അഭ്യർത്ഥന. നാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ്. നാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥന. നാം ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു. ആഴം ആഴത്തെ വിളിക്കുന്നു. പ്രാർത്ഥന എന്ന മഹാവിസ്മയം. ഇവിടെ ഈ പാരഗ്രാഫിൽ ആദ്യം കാണുന്ന ചില വാക്കുകൾ. ഒന്ന്, ദൈവത്തിൻ്റെ ദാനം. നമ്മൾ ഇവിടെ ഇന്നലെ എല്ലാം നമ്മൾ പഠിച്ചത് ഇതാണ്. പ്രാർത്ഥന ദൈവത്തിൻ്റെ ദാനമാണ്. അതിൻ്റെ അവസാനത്തിൽ, കഴിഞ്ഞ പാരഗ്രാഫിൽ 2559 അവസാനത്തിൽ നമ്മൾ പഠിച്ചതാണ്. എളിമയാണ് പ്രാർത്ഥനയാകുന്ന സൗജന്യദാനം സ്വീകരിക്കാൻ വേണ്ട മനോഭാവം. ആ പാരഗ്രാഫിൻ്റെ ശീർഷകം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠനത്തിൻ്റെ ശീർഷകം, പ്രാർത്ഥന ദൈവത്തിൻ്റെ ദാനം. ദൈവത്തിൻ്റെ ദാനം. 2560 ആരംഭിക്കുന്നത്, ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. സമരിയാക്കാരിയോട് അടുത്തേക്ക് ഈശോ വന്നിട്ട് ഈശോ അവളോട് ചോദിക്കുകയാണ്. എന്താ ഈശോ ചോദിക്കുന്നത്? എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് കുടിക്കാൻ തരിക. ഇവിടെ ആരോട് പ്രാർത്ഥിക്കുന്നു? ഇവിടെ ഈശോ സമരിയാക്കാരിയോട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് കുടിക്കാൻ തരിക. അതാണ് ഇവിടെ പറയുന്നത്, പ്രാർത്ഥന എന്ന മഹാവിസ്മയം. ശരിക്കും പ്രാർത്ഥന എന്നത് ഒരു മഹാവിസ്മയമാണ്. മഹാവിസ്മയം. വെള്ളം തേടി നാം എത്തുന്ന കിണറ്റിങ്കൽ വെച്ചാണ് പ്രാർത്ഥനയാകുന്ന മഹാവിസ്മയം നമുക്ക് അനാവൃതമാകുന്നത്. വെള്ളം തേടി, അതാണ്. നമ്മൾക്കൊരു ദാഹമുണ്ട്, എന്നാൽ നമ്മളെ തേടി വരുന്ന
ഈശോയുടെ ദാഹം. 2 ദാഹങ്ങളാണ്. വെള്ളം തേടി നാം എത്തുന്ന കിണറ്റിങ്കൽ വെച്ചാണ് പ്രാർത്ഥന എന്ന മഹാവിസ്മയം നമുക്ക് അനാവൃതമാകുന്നത്. അപ്പോൾ പ്രാർത്ഥന നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആന്തരിക രഹസ്യങ്ങളെ ദൈവം തന്നെ അനാവൃതം, റിവീലിംഗ്, റിമൂവിങ് ദ വെയിൽ, അൺവെയിലിംഗ്, അതിങ്ങനെ തുറക്കണം. അപ്പോൾ പ്രാർത്ഥന എന്നത് ഒരു മഹാവിസ്മയമാണ്. ആ വിസ്മയം നമ്മളിൽ തുറക്കുന്നത് ഈശോ തന്നെയാണ്, പരിശുദ്ധാത്മാവിലൂടെയാണ്. ഒരുപാട് പഠിക്കാനും വിസ്മയാവഹമായ അനുഭവങ്ങളാണ് പ്രാർത്ഥനയിലൂടെ ഓരോ വ്യക്തിക്കും ഉണ്ടാകാവുന്നത്. ഏറ്റവും കൂടുതൽ വിസ്മയനീയത നിറഞ്ഞ ഒരു ദാനമാണ് പ്രാർത്ഥന. ഏറ്റവും കൂടുതൽ വിസ്മയനീയത നിറഞ്ഞ ഒരു ദാനമാണ് പ്രാർത്ഥന. അതാണ് പ്രാർത്ഥന എന്ന മഹാവിസ്മയം. നമ്മൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുള്ള ഒരു തെറ്റിദ്ധാരണ, പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കാര്യം നടക്കുന്നു, ഞാൻ ഇന്നമാതിരി പ്രാർത്ഥിച്ചു അതുകൊണ്ട് കാര്യം നടന്നു, നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. ഇതെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഉപകാരസ്മരണ പേപ്പറിൽ കൊടുക്കണു, ഉദ്ദിഷ്ടകാര്യം നടന്നതിന്. അപ്പോൾ ഇതൊക്കെ ഒരു വശത്ത് നന്നതായിരിക്കും. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു രഹസ്യം, പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് നമ്മളിൽ നിന്നല്ല, ക്രിസ്തുവിൽ നിന്നാണ്. അപ്പോൾ ഈ കിണറ്റിൻകരയിലേക്ക് വരുന്നതാരാ? പഴയ നിയമകാലത്ത് പലരും പ്രാർത്ഥിക്കാൻ വേണ്ടി മലമുകളിലേക്ക് പോകുമായിരുന്നു. ദൈവം അവിടെ എവിടെയോ ഉണ്ട്. എന്നാൽ ഇപ്പോൾ വളരെ ക്ലിയറായിട്ട് ആദ്യം മുതലുണ്ടായിരുന്ന വചനം, സകലത്തെയും സൃഷ്ടിച്ച വചനം മനുഷ്യനായി അവതരിച്ച് മനുഷ്യരെ തേടി ഇതാ കിണറ്റിൻകരയിലേക്ക് വരുന്നു. ആ സ്ത്രീ ചോദിക്കുകയുണ്ടായ ആദ്യം, ഞാൻ നിനക്ക് വെള്ളം തരില്ല. ആ സ്ത്രീയുടെ ആദ്യത്തെ പ്രതികരണം അതായിരുന്നു. ഇതാണ് മനുഷ്യരുടെ ഒരു സ്വാഭാവിക അവസ്ഥ. നമ്മൾ തന്നെ നമ്മുടെ കുട്ടികളെ പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ ആദ്യം ചിലപ്പോൾ അവർ പറയില്ല, മമ്മി എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ സമയമില്ല, ഇല്ല പപ്പ ഞാൻ വരണില്ല പ്രാർത്ഥിക്കാൻ, ഞാൻ പള്ളിയിലേക്ക് വരില്ല, എനിക്ക് പറ്റില്ല. കുട്ടികൾ എന്തിനു പറയണു, വലിയ ആളുകൾ തന്നെ. അവളൊരു പ്രാർത്ഥനക്കാരി, അവൾക്ക് ഇനി ഒരു രൂപക്കൂടുണ്ടാക്കിയിട്ടല്ലേ കാര്യമുള്ളൂ എന്ന് പറയണ ഭർത്താക്കന്മാർ. ഭാര്യമാരും അങ്ങനെ പറയുമായിരിക്കും, ഇയാൾ പ്രാർത്ഥനയായിട്ട് നടക്കുകയാണിങ്ങനെ, വേറെ ഒരു ജോലിയില്ല, എന്ന് പറഞ്ഞാലും പ്രാർത്ഥന. ഒരാൾ അല്പം കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ വലിയ സംശയമാണ്, എന്തെങ്കിലും അസുഖമുണ്ടോ? ഇതാണ് പലരും ചോദിക്കണേ. ഇതെൻ്റെ അനുഭവം തന്നെയാണ്. ഞാൻ പണ്ട് നോർത്ത് ഇന്ത്യയിലെല്ലാം സുവിശേഷ വേല ചെയ്യുന്നു. ജോലി സംബന്ധമായിട്ട് പോയിട്ടുള്ള സമയത്താണ്
ആദ്യകാലങ്ങളിൽ. അപ്പോൾ ഇടവക പള്ളിയിൽ, അവിടുത്തെ ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ, കുർബാന കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയുക, എന്നോട് വന്ന് ചോദിക്കുകയാണ്, എന്താ വല്ല സുഖമുണ്ടോ? ഇത്ര എത്തിയിട്ടുള്ളൂ പ്രസൻറ്റ് ക്രിസ്ത്യാനിറ്റി. ഇത് നമ്മൾ ആരെയും കുറ്റം പറയേണ്ടതല്ല. നമ്മൾ ഇടയ്ക്ക് ഒരു ആത്മപരിശോധന ചെയ്യണ്ടേ. ഈശോ പറഞ്ഞു, എൻ്റെ ആലയം സകല ജനത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനാലയമായിരിക്കും എന്ന് പറഞ്ഞത് ആ ജെറുസലേം ദേവാലയത്തെ ഉദ്ദേശിച്ചിട്ട് മാത്രമല്ല, യേശുവാകുന്ന സഭ, യേശു തന്നെയാകുന്ന സഭ പണിയണത് ഒരു കല്ലുകൊണ്ടുള്ളൊരു ദേവാലയവും മനോഹരമായ ചില ശില്പകലകൾ കൊണ്ടുള്ള ദേവാലയത്തിലല്ല. അല്ലെങ്കിൽ ആ ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായിട്ട് പാവപ്പെട്ട മനുഷ്യഹൃദയത്തിൽ ഈ കിണറ്റിക്കരയിൽ വെള്ളം കോരാൻ വന്നിരിക്കുന്ന ആ സ്ത്രീയെ പോലെയുള്ളവരിലാണ് ദൈവത്തിന് നോട്ടം. അങ്ങനെയുള്ള നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരുടെ ഹൃദയമാണ് ദൈവത്തിൻ്റെ ദേവാലയം. അവിടെയാണ് ഈശോ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇപ്പം ഇത് പറയുമ്പോൾ ഹൃദയത്തിൽ വലിയ എന്തോ സംഭവം നടക്കുകയാണ്. ഞാൻ വികാരഭരിതരാകുകയാണ്. കാരണം ഒരു 10-30 വർഷം മുമ്പ് ഈ രഹസ്യം എനിക്ക് മനസ്സിലായി. അന്ന് മുതൽ എൻ്റെ ജീവിതം പാടെ മാറി. എൻ്റെ ജീവിതം പാടെ മാറിയതിൻ്റെ ഒരു ഘട്ടന ഇതാണ്. ഞാൻ മനസ്സിലാക്കി, പ്രാർത്ഥിക്കുന്ന ഈശോ, പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെന്നും എന്നെ വളരെ സ്പർശിച്ച ഒരു വചനം ഇതായിരുന്നു ആ ട്രെയിൻ യാത്രയിൽ. ഡു യു നോട്ട് നോ യു ആർ എ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്? നീ ഇതറിയുന്നില്ലേ? നീ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിന്നിൽ വസിക്കുമെന്നും നീ അറിയുന്നില്ലേ? എനിക്ക് ആദ്യം അത് പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണെങ്കിൽ അന്ന് എനിക്കത് ഒരു വലിയ മഹാസംഭവമായിട്ട് തോന്നി. എന്തി പറയണത്, അന്നത്തെ കാലത്ത് വളരെ അശുദ്ധരായ അവസ്ഥയായിരുന്നു എൻ്റെ. ദൈവത്തെക്കുറിച്ചുള്ള അറിവിലും വളരെ കുറവ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് സ്വരം കേൾക്കുകയാണ്, ഡു യു നോട്ട് നോ യു ആർ എ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്? അപ്പം ഈ പ്രാർത്ഥനയാകുന്ന മഹാവിസ്മയം അനാവൃതമാകുന്നത് നമ്മൾ ഓരോരുത്തരെയും തേടി വരുന്ന ഈശോ. ഇവിടെ ദാഹജലം ഇതെല്ലാം പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നമ്മൾ ചിന്തിക്കാൻ. ഈ കാലഘട്ടത്തിൽ മാർപ്പാപ്പ പ്രാർത്ഥനയെക്കുറിച്ചുള്ള കാറ്റക്കിസിസാണ്, ഇപ്പോൾ 27ാമത്തെ കാറ്റക്കിസിസാണ് ഇന്നലെ കൊടുത്തത്. പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠനം, അത് മലയാളത്തിൽ സാവധാനം ഞാനത് അതിൻ്റെ പ്രഭാഷണം ഉണ്ടാക്കാം. അതിൽ ഈയിടെ പരിശുദ്ധാത്മാവാണ് അതിൻ്റെ ആ ചാലക ശക്തി. അതാണ് വെള്ളം, ജലം, ദാഹം, അതോടൊപ്പം ഈശോ, കിണർ. അപ്പോൾ ഇതെല്ലാം പ്രാർത്ഥനയുടെ വിസ്മയനീയതയുമായിട്ട് ബന്ധമുള്ളൊരു കാര്യമാണ്. അങ്ങനെ എനിക്ക് ആദ്യം മനസ്സിലായി. അതുകൊണ്ടാണ് എൻ്റെ ദൈവാനുഭവം ഉണ്ടായത് ഒരു പള്ളിയിൽ വെച്ചോ ഒരു ധ്യാനകേന്ദ്രത്തിൽ വെച്ചോ ഒന്നുമല്ല. ജനനിബിഡമായ ഉത്തരേന്ത്യയിലേക്ക് കുതിച്ചു പായുന്ന ഒരു ട്രെയിനിൻ്റെ അകത്ത് വെച്ചിട്ടാണ്.
എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാണ് എനിക്ക് പ്രാർത്ഥന അനുഭവപ്പെട്ടത്. ഇതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട രഹസ്യം. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ, മനോഹരമായ ദേവാലയങ്ങൾ, പൂന്തോട്ടം പോലെയുള്ള കുരിശിൻ്റെ വഴികൾ, ഇപ്പോൾ ചിലയിടത്തെല്ലാം കുരിശിൻ്റെ വഴി വളരെ അലങ്കൃതമായി മനോഹരമായ വളരെ എല്ലാം ഉണ്ടാക്കുന്നു. പ്രാർത്ഥനയുടെ രഹസ്യം ശരിക്ക് കുരിശ് തന്നെയാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. ഹൃദയമാണ് ദൈവത്തിൻ്റെ വാസസ്ഥലം, ദൈവത്തിൻ്റെ പ്രാർത്ഥനാ ആലയം, ദൈവത്തിന് വേണ്ടിയുള്ള സക്രാരി നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയത്തെ തേടിയാണ് കർത്താവ് വരുന്നത്. അതാണ് ഈ സമരിയാക്കാരിയെ തേടി എന്ന് പറഞ്ഞാൽ അവളുടെ ഹൃദയത്തെ തേടിയാണ് കർത്താവ് വന്നിരിക്കുന്നത്. ആ ഒരു ആത്മാവിനെ തേടിയാണ് വന്നിരിക്കുന്നത്. ആ സ്ഥലത്തിൻ്റെ ഡെക്കറേഷനോ അതിൻ്റെ മനോഹാരിതയോ ആ സാഹചര്യം ഒന്നും ഒരു പ്രശ്നമല്ല. ദൈവത്തിന് വേണ്ടത്, ദൈവം അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ദൈവം വസിക്കുന്നത് ഓരോ മനുഷ്യൻ്റെ ആത്മാവിലാണ്. അത് ഈ സമരിയാക്കാരിയോടുള്ള സംഭാഷണത്തിൽ ആ സംഭവം തുറന്നു വരുന്നുണ്ട്. സമരിയാക്കാരി ആദ്യം പറഞ്ഞു, ഞാനും നിങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല, നീ ഒരു യഹൂദൻ, ഞാൻ സമരിയാക്കാരി. അങ്ങനെ ഒരു ബന്ധവുമില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുന്ന ഒരാത്മാവിൻ്റെ മുമ്പിൽ എളിമയോടെ ഈശോ ഒരു ഭിക്ഷുവിനെ പോലെ നിൽക്കുകയാണ്. ആരാണിത്? അവതീർണ വചനം. സകല മനുഷ്യവംശവും ആ യേശുവിൻ്റെ ശരീരത്തിൽ ഒന്നാണ്. ആ യേശു ദാഹത്തോടെ വരുന്നു. എനിക്ക് ദാഹിക്കുന്നു. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. ഈ ഭൂമിയുടെ അതിർത്തി എന്നെല്ലാം പറഞ്ഞാൽ ഒരു ജിയോഗ്രഫിക്കൽ അതിർത്തി അല്ല അതൊരു ഭൂമിശാസ്ത്രപരമായ ഒരു അതിർത്തി അല്ല അത് ദൈവവും മനുഷ്യനും, ദൈവവും ലോകവും, ദൈവവും പിശാചും തമ്മിലുള്ള കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമാണത്. അതിർത്തി കണ്ടോ? ഇവള് പറയാണ് അതിർത്തിയാണത്, എനിക്ക് നീയുമായിട്ടൊരു ബന്ധമില്ല, അതിർത്തിയാണത്. കണ്ടോ? പക്ഷേ ദൈവത്തെ സംബന്ധിച്ച് ഒരതിർത്തിയില്ല. ദൈവം ആ അതിർത്തിയിൽ നിന്നുകൊണ്ട് പടപെട്ടാണ്. നിന്നെ ഈ അതിർത്തിയിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് വലിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ അതിർത്തി നിശ്ചയിച്ച് ലോകത്തിലായിരിക്കുന്നു, പിശാചിനോട് കൂടെ ആയിരിക്കുന്നു, എവിടെയായിരുന്നാലും ഞാൻ നിന്നെ നേടും. അതിനുവേണ്ടി ഞാൻ, ദൈവമാകുന്ന ഞാൻ മനുഷ്യനായി വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ വലിയ രഹസ്യത്തിൽ നമ്മൾ കാണുന്നത് മനുഷ്യനായ യേശുക്രിസ്തുവാണ്. ആ മനുഷ്യനായ യേശുക്രിസ്തു. ഇതെല്ലാം പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും വളരെ ആനന്ദം തോന്നുന്നുണ്ടാകാം, എന്നാൽ ചിലവർക്ക് ഒരുപക്ഷെ ഒന്നും തോന്നുന്നുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വിസ്മയമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതൊന്ന് പെട്ടെന്നൊന്നും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, ഇതൊരു വിസ്മയമാണ്. ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം
അങ്ങനെ എളുപ്പം മനസ്സിലാവുന്ന കാര്യമെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതങ്ങനെ എളുപ്പം മനസ്സിലാവുന്ന കാര്യമല്ല. വീണ്ടും മദർ തെരേസയെ മനസ്സിൽ വരികയാണ്. മദർ തെരേസ എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്, പ്രാർത്ഥിക്കണമെങ്കിൽ പഠിക്കണം. പ്രാർത്ഥന പഠിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. മറ്റൊരു അനോളജി എടുക്കുകയാണെങ്കിൽ, നീന്താൻ പഠിക്കണം എങ്കിൽ വെള്ളത്തിൽ ചാടണം. കരയ്ക്കലിരുന്ന് പുസ്തകം വായിച്ചുകൊണ്ട് നീന്താൻ പഠിക്കാൻ പറ്റും. ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ തിയറി പഠിച്ചാൽ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുമോ? വണ്ടിയിൽ കയറി ഇരുന്ന് ഓടിക്കാൻ തുടങ്ങണം. എന്ന പോലെ ഈ പ്രാർത്ഥന എന്ന മഹാവിസ്മയം അത് നമ്മൾ പഠിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. ലെക്സ് ഒറാൻഡി ലെക്സ് ക്രെഡൻഡി. നീ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അങ്ങനെ നീ വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ശുഷ്കിച്ച അവസ്ഥയിലാണ് ഇപ്പോഴെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ശുഷ്കിച്ച അവസ്ഥ വളർന്ന് നമ്മൾ അതിൽ വളരണമെങ്കിൽ പ്രാർത്ഥിക്കണം. ലെക്സ് ഒറാൻഡി ലെക്സ് ക്രെഡൻഡി. നമ്മുടെ പ്രാർത്ഥനയിൽ വളരുന്നതനുസരിച്ചാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മറ്റെല്ലാ തലങ്ങളിലും വളരുന്നത്. അപ്പോൾ അതിൽ ബാലപാഠം ഇതാണ്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ കിൻഡർ ഗാർഡൻ ടീച്ചിങ് എന്ന് പറയുന്നത് പ്രാർത്ഥന നമ്മളിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇതൊരു വലിയ വെള്ളച്ചാട്ടം തുറക്കുന്ന പോലെയാണ്. നമ്മളതിൻ്റെ അൺലോക്ക് ചെയ്തു. പ്രാർത്ഥനയെന്ന ദാനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ ദാനമെന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനം എന്താ? ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാനമെന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, സമരിയാക്കാരിയോട് ഈശോ പറയുകയാണ്, നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ദാഹജലം തരികയും ചെയ്യുമായിരുന്നു. ജീവജലം തരികയും ചെയ്യുമായിരുന്നു. പെട്ടെന്ന് അവളിലെ വ്യത്യാസം വന്നു. അല്പം മുമ്പ് പറഞ്ഞു, ദേ എന്നോട് വെള്ളം ചോദിച്ചുകൂടെ വരരുത്, നീ ഒരു യഹൂദൻ, ഞാനൊരു സമരിയാക്കാരി, വേഗം ഇവിടുന്ന് പോയിക്കോ, ഞാൻ നിനക്ക് വെള്ളം തരില്ല എന്ന് പറഞ്ഞ ആ അതിർത്തിയാണത്. കണ്ടോ? ദൈവവും വേണ്ട, എനിക്ക് ആരും വേണ്ട. എന്നാൽ ഈശോ അവിടെ നിന്ന് പോകുന്നില്ല. ഈശോ അവിടെ തന്നെ ചുറ്റിപ്പിടിച്ച് നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ദാനമെന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. നമ്മുടെ വീട്ടുകളിലെ സിറ്റുവേഷനുകൾ നോക്കിക്കോ. ഇപ്പോൾ ഒരു സഹോദരി ഒരു സന്ദേശം വെച്ചു, എൻ്റെ ബ്രദറെ, എൻ്റെ ഭർത്താവ് ഒട്ടും വിശ്വാസമില്ല, അദ്ദേഹം എല്ലാ ദിവസവും മദ്യപിച്ച് കാർ ഓടിക്കും, കാറ് ചെന്ന് അവിടെ ഇവിടെ ഇടിക്കും, എന്തോ ഒരു പ്രശ്നമാണ്, ഒന്ന് പ്രാർത്ഥിക്കാൻ കൂട്ടുവരില്ല. അപ്പോൾ ഇത് കത്തോലിക്കരായ നമ്മുടെ അവസ്ഥയാണിത്. ആലോചിച്ച് നോക്ക്. ഇത് അവരെ കുറ്റം പറയല്ല, അവസ്ഥ മനസ്സിലാക്കുകയാണ് നമ്മൾ. കുറ്റം പറയാനല്ല, ഒരവസ്ഥ മനസ്സിലാക്കുകയാണ്. അപ്പോൾ നോക്കിയേ, നമ്മൾ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാനമെന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, ഒരു കഥ ഓർക്കുകയാണിപ്പോൾ. അത് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇത് വായിക്കണം, നല്ലതാണ്. അതൊരു പ്രൊട്ടസ്റ്റൻ്റുകാരനായ നോർമാൻ വിൻസെൻ്റ് പീൽ എന്ന ഒരു പാസ്റ്റർ എഴുതിയതാണ്. അതൊരു ലോകപ്രസിദ്ധ പുസ്തകമാണ്, കംപ്ലീറ്റ് ക്രിസ്ത്യൻ. അതിലെഴുതിയിരിക്കുന്നൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരികയാണ്. അതെന്നെ വളരെ സഹായിച്ചിട്ടൊരു പുസ്തകമാണ് പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും കാര്യത്തിൽ. വളരെ സിമ്പിളാണ്. ഒരാൾ സിഗരറ്റൊക്കെ നന്നായിട്ട് വലിക്കും, മദ്യപിക്കുകയൊക്കെ ചെയ്യും. അദ്ദേഹം പള്ളിയിൽ വരികയാണ്.
അപ്പോൾ ഭാര്യയോട് പറഞ്ഞു, നീ അകത്തേക്ക് പോയിക്കോ, ഞാനിവിടെ സിഗരറ്റ് വലിച്ച് ഇതിൻ്റെ പുറത്തിരുന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പുറത്തിരുന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പള്ളിയിൽ പ്രസംഗം തുടങ്ങി. പ്രസംഗത്തിൽ പറയുകയാണ്, വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസാധ്യമായ ഒന്നുമില്ല. ഇത് ഇയാൾ കേട്ടു. എവിടെ ഇരുന്ന് കേട്ടു? പുറത്തിരുന്ന് കേട്ടു. ഇയാൾ ഉടനെ ആ സിഗരറ്റ് കുത്തിഞ്ഞരിച്ചു. കണ്ടോ? അത് ഇയാളുടെ മനസ്സിൽ അലയടിക്കാൻ തുടങ്ങി. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ അസാധ്യമായിട്ടൊന്നുമില്ല. അയാളെ സ്പർശിച്ചത് കടുകുമണി വിശ്വാസം. പള്ളിയിൽ കഴിഞ്ഞ് ഭാര്യ പുറത്തിറങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, നീ വേഗം വന്നേ. എന്താ? അല്ല, ഒരു കടുകുമണി എനിക്കൊന്ന് വേണം, ഒരു കടുകുമണി. അപ്പോൾ ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ കടുകുമണി? അപ്പം നീ പള്ളിയുടെ അകത്തിരുന്ന് ഇത്രയും നേരം കേട്ടത് എന്താ? അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? ഒരു കടുകുമണി മതി, എല്ലാ കാര്യവും സാധ്യമാകും. നമുക്ക് സാമ്പത്തിക പ്രശ്നം, കഷ്ടത, ഇതൊക്കെ മാറാൻ ഒരു കടുകുമണി മതി. നീ വേഗം വാ, വീട്ടിലോട്ട് വാ, നമുക്ക് പോകാം. അങ്ങനെ വീട്ടിൽ പോയിട്ട് ഇവള് കടുകുമണി അന്വേഷിച്ചിട്ടൊന്നും കിട്ടണില്ല. അവസാനം അച്ചാറും ഭരണി എടുത്ത് അതിൽ നിന്ന് നോക്കിയപ്പോൾ അതിൽ അച്ചാറിൽ കിടന്ന കടുക് എടുത്തിട്ട് കഴുകി കൊടുത്തു ഇയാൾ. ഇതാണ് ഒരു കടുകുമണി. ഈ കടുകുമണി അത്രയും മതിയോ? നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന്. നിങ്ങൾ എന്തിപ്പഴാ? നിന്റെ ബൈബിളിൽ എഴുതിയേക്കണതല്ലേ? അവൻ ബൈബിൾ പറയാൻ തുടങ്ങിയിരിക്കണം. അപ്പോൾ എന്നിട്ട് അയാൾ അത് ഉരുട്ടി പിടിച്ചുകൊടുക്കുന്നത് നടക്കുകയാണ്. ഈ കടുകുമണി വിശ്വാസം മതി, മനുഷ്യന് അസാധ്യമായിട്ടൊന്നുമില്ല. അങ്ങനെ ഒരിക്കുമ്പോഴേക്കും അത് എവിടെ പോയി? എൻ്റെ കടുകുമണി പോയി. അപ്പോൾ അയാൾ അവൾ വീണ്ടും ഒരു കടുകുമണി എടുത്തു കൊടുത്തു. എന്നിട്ട് ഇയാൾ അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ ട്രാൻസ്പെറൻറ്റ് പേപ്പറിൽ പൊതിഞ്ഞ് കയ്യിൽ വെച്ച്, ഇനി ഇത് കളയരുത്. ഈ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ അസാധ്യമായിട്ടൊന്നുമില്ല. ഇങ്ങനെ ഇയാൾ അതും പറഞ്ഞുകൊണ്ട് നടന്നു. പിന്നെ ഇയാൾക്ക് തോന്നി, ഇതിങ്ങനെ കടലാസിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ, ഇതൊരു പ്രിസ്മാറ്റിക് ഒരു ലോക്കറ്റ് മാതിരി ഉണ്ടാക്കി ഞാൻ കഴുത്തിൽ തൂക്കിയിടും. കാരണം ഒരു കടുകുമണി വിശ്വാസം മതി, മനുഷ്യർ അസാധ്യമായിട്ടൊന്നുമില്ല. അങ്ങനെ അയാൾ ഒരു കടയിൽ ചെന്ന്, ഈ പ്രിസമൊക്കെ ഉണ്ടാക്കുന്ന കടയിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു പ്രിസ്മാറ്റിക് ഗ്ലാസിൻ്റെ അകത്ത് ഈ കടുകുമണി ഇട്ട് തരണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നിനക്ക് വട്ട, ഈ ഗ്ലാസിൻ്റെ അകത്ത് എങ്ങനെയാണ് കടുകുമണി ആകണത്? അയാൾ പറഞ്ഞു, എന്തുകൊണ്ടായിക്കൂടാ, ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ ഉടനെ ഇയാൾ പറഞ്ഞു, നിനക്കൊരു കടുകുമണി വിശ്വാസമുണ്ടെങ്കിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അങ്ങനെ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിരുന്ന്, എന്നെ നിങ്ങൾ അനുവദിക്കുകയാണ്, ഞാൻ ഇതിനകത്തിരുന്ന് പണിയാം, ഞാൻ നോക്കാം. ഓക്കെ, യു ഡു. അങ്ങനെ അയാൾ അവിടെ ഇരുന്ന് പണിത് 3 ദിവസം കൊണ്ട് അയാൾ ഒരു പ്രസമുണ്ടാക്കി, അതിൻ്റെ അകത്ത് കടുകുമണി. ഇയാൾക്ക് സന്തോഷമായി. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അതാണ് ഈശോ പറഞ്ഞു, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും, കണ്ടോ, ഞാനാണ് പ്രാർത്ഥനാ വീരൻ, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും എന്നേക്കും നിങ്ങളോടൊത്ത് വസിക്കാൻ മറ്റൊരു സഹായകനെ, മറ്റൊരു പ്രാർത്ഥനക്കാരനെ ഞാൻ തരാം, പരിശുദ്ധാത്മാവ്. ഇങ്ങനെ 2 പ്രാർത്ഥനക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അവിടെ ഓരോ മനുഷ്യജീവിയെയും കണ്ടുമുട്ടാൻ ക്രിസ്തു വന്നു ചേരുന്നു. കണ്ടോ, ഞാൻ നിന്നെ തേടി വന്നിരിക്കുന്നു. അവിടെ നിന്നാണ് ആദ്യം നമ്മെ തേടി വന്ന് നമ്മോട് ദാഹജലം ആവശ്യപ്പെടുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹൂ ഹാസ് കം ഫസ്റ്റ്? ആരാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്? നമ്മളല്ല. ഇപ്പം നമ്മൾക്ക് തോന്നും, രാത്രി ഉറങ്ങാൻ പറ്റില്ല, എനിക്ക് പ്രാർത്ഥിക്കണം തോന്നും, ഞാനിരുന്ന് കുറേ പ്രാർത്ഥിച്ചു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ഉറക്കം വരുന്നില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നു. ആരാണ് അതിൻ്റെ ചാലകശക്തി? ഈശോ ആണ്. ഈശോ നമ്മുടെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഉറങ്ങാൻ പറ്റാത്തത്. നമ്മളെ ഉറക്കാണ്ട് ഈശോ പ്രാർത്ഥിക്കാനായിട്ട് ഉണർത്തുന്നതെല്ലാം ഈശോ തന്നെയാണ്. അവിടെ നിന്ന് നമ്മെ തേടി വന്ന് നമ്മോട് ദാഹജലം ആവശ്യപ്പെടുന്നു. യേശുവിനെ ദാഹിക്കുന്നു. അതാണ് തുടക്കം. ദൈവമേ, എൻ്റെ
നിലവിളി കേൾക്കണമേ. കണ്ടു, ആ സങ്കീർത്തനമൊക്കെ യേശുവിൻ്റെ ദാഹമാണ്. നമ്മെപ്പറ്റി ദൈവത്തിനുള്ള ആഗ്രഹം. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ആഗ്രഹമുണ്ടോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം. നമ്മൾ പല പദ്ധതികളും വിഭാവനം ചെയ്യുന്നു, എന്നാൽ അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതാണ്. എന്തുകൊണ്ടാണ്? ദൈവം അതിനു മുമ്പേ പലതും നമ്മളെക്കുറിച്ച് തന്നെ ഭാവന ചെയ്തിട്ടുണ്ട്. നമ്മെപ്പറ്റി ദൈവത്തിനുള്ള ആഗ്രഹത്തിൻ്റെ അഗാധതയിൽ നിന്നുയരുന്നതാണ് അവിടുത്തെ പ്രാർത്ഥന, അഭ്യർത്ഥന. നാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥന. അതാണ് ആഴത്തെ വിളിക്കുന്നു. നാം ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു.